ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 3. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? പാരീസ് സർവകലാശാലയിലെ ഒരു തത്വശാസ്ത്ര അധ്യാപകനായ ഫ്രാൻസിസ് സേവ്യറിനോട് ഈശോ സഭ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ചോദിച്ച ചോദ്യമാണിത്. സ്പെയിനിൽ നവാറയിലുള്ള സേവ്യർ മാളികയിൽ 1506 ജനിച്ച ഫ്രാൻസിസ് വളരെ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നപ്പോഴാണ് സ്നേഹിതൻ ഈ പ്രശ്നം ഉന്നയിച്ചത്. 24 വയസ്സുണ്ടായിരുന്ന ഫ്രാൻസിസ് ഉടനടി ഒരു ചലനവും സൃഷ്ടിച്ചില്ല. എങ്കിലും 5-6 മാസം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആത്മീക അഭ്യാസങ്ങൾ നടത്തി. 1537 വെനീസിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ച് ലിസ്ബണിൽ നിന്ന് 1541 ഏപ്രിൽ 7 ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും പിറ്റേ കൊല്ലം മെയ് 6 ഇന്ത്യയിലെത്തുകയും ചെയ്തു. ഇന്ത്യയിലെ അപ്പോസ്തലിക് ഡെലിഗേറ്റ് നിയമിച്ചിട്ടുള്ള കൽപ്പന കയ്യിലുണ്ടായിരുന്നെങ്കിലും അത് പുറത്തെടുക്കാതെ വിനീത വൈദികനായി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ അദ്ദേഹം ജീവിച്ചു. ദരിദ്രരുടെ ഭക്ഷണം കഴിച്ചും ദരിദ്രരോട് കൂടെ ജീവിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മലർപ്പൊടിയും കഞ്ഞിവെള്ളവുമായിരുന്നു ഭക്ഷണം. പകൽ പ്രസംഗത്തിലും പഠനത്തിലും രാത്രി ദീർഘമായ പ്രാർത്ഥനയിലും അദ്ദേഹം കഴിച്ചുകൂട്ടി. ദൈവം അദ്ദേഹത്തിന് നൽകിയ ആധ്യാത്മിക ആഹ്ലാദങ്ങൾക്കിടയിൽ അദ്ദേഹം അപേക്ഷിക്കുമായിരുന്നു, മതി കർത്താവേ മതി. സങ്കടങ്ങളും കുരിശുകളും വരുമ്പോൾ കുറെ കൂടി കർത്താവേ കുറെ കൂടി എന്ന് അപേക്ഷിക്കുമായിരുന്നു. പലയിടങ്ങളിലായി 3 ലക്ഷം പേർക്ക് ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ട്. സാർസിൽ ദ്വീപിൽ വെച്ച് ടൈഫോയിഡ് പിടിച്ച് 1552 ഡിസംബർ 2 വെനീസിൽ വെച്ച് വെള്ളിയാഴ്ച ഈശോ എന്ന തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് സമാധാനത്തിൽ മരിച്ചു. ഈ വിശുദ്ധൻ്റെ പുണ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം. ദൈവത്തിന് നന്ദി.